എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിൽ നടത്തിയ ICTയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പർ റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. First question, if L M represent a number L in base M number system, then what will be the value of? അതായത് ഇവിടെ നമുക്ക് ബേസ് 60 107 ബേസ് 60 257 രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഈ സം തന്നിരിക്കുന്ന ബേസ് 10 ടെന്നിലുള്ള നമ്പർ ആൻസേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. സോ നമ്മൾ ഇതിനെ ഈ ബേസ് 60 നിന്ന് ബേസ് 10 കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് 762 862 962 662 എന്നിവയാണ് തന്നിരിക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ ആദ്യം ബേസ് 60 കിടക്കുന്ന 107 നമ്മൾ കൺവേർട്ട് ചെയ്യണം. ബേസ് 10 എന്ന് പറയുമ്പോൾ സാധാരണ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 × 60⁻² പ്ലസ് 0 × 60⁻1 പ്ലസ് 7 × 60⁻0 ഈസ് ഈക്വൽ ടു 256 പ്ലസ് 0 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 263 എന്ന് കിട്ടി. ഇനി നമ്മൾ 257 കൺവേർട്ട് ചെയ്യുകയാണ്. 2 × 60⁻² പ്ലസ് 5 × 60⁻1 പ്ലസ് 7 × 60⁻0 ഈസ് ഈക്വൽ ടു 512 പ്ലസ് 80 പ്ലസ് 7 ഈസ് ഈക്വൽ ടു 599 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് 263 പ്ലസ് 599 ഈസ് ഈക്വൽ ടു 862 എന്ന് കിട്ടും. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ബേസ് 10 നമ്മൾ എഴുതിയാലും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. 10 നമ്മൾ സൂചിപ്പിച്ചാലും ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. Next question, in computer networking an IP version 6 is dash times larger than IP version 4 address. അതായത് IP version 4 അഡ്രസ്സിനേക്കാൾ എത്ര കൂടുതലാണ് IP version 6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 4 6 8 ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, അതായത് 4 ആണ്. അതായത് IP version 6 എന്ന് പറയുന്നത് 4 ടൈംസ് ലാർജർ ദാൻ IP version 4 അഡ്രസ് എന്നുള്ളതാണ്. IP version 6 വെച്ച് നോക്കുമ്പോൾ 4 ടൈംസ് ലാർജർ ആണെന്ന് പറയണത് ബിറ്റ്സിൻ്റെ വെച്ചുകൊണ്ടാണ്. അതായത് IP version 4 നമ്മൾ 32 ബിറ്റ്സുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ IP version 6 വരുമ്പോൾ അത് 128 ആണ്. ദാറ്റ് മീൻസ് 4 ടൈംസ് ലാർജർ ദാൻ IP version 4 എന്നുള്ളതാണ്. ഇത് IP version 4 വെച്ച് നോക്കുമ്പോൾ 6 4 ടൈംസ് ലാർജർ ആണ്. കാരണം IP version 4 32ഉം 6 128 ബിറ്റ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് മേജർ ടെക്നോളജിക്കൽ ചേഞ്ചസ് A to D ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺ ഫസ്റ്റ് ടു ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മുടെ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മൾ ഇവിടെ ഓരോ ജനറേഷനിൽ യൂസ് ചെയ്ത ടെക്നോളജി അനുസരിച്ച് ഇതിനെ ഓർഡർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ, മൈക്രോ പ്രോസസർ, വാക്യൂം ട്യൂബ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. അതായത് വാക്യൂം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, മൈക്രോ പ്രോസസ്സർ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. 1940 മുതൽ 56 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം തലമുറ എന്നറിയപ്പെടുന്നത്, ഫസ്റ്റ് ജനറേഷൻ എന്നറിയപ്പെടുന്നത്. ഇനി സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1956 മുതൽ 63 വരെയാണ്. ട്രാൻസിസ്റ്ററാണ് ഈ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 1964 മുതൽ 71 വരെയുള്ള കാലഘട്ടമാണ് തേർഡ് ജനറേഷൻ എന്നറിയപ്പെടുന്ന IC ചിപ്പ് അഥവാ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഈ ഒരു തലമുറയിൽ നമ്മൾ യൂസ് ചെയ്തത്. ഇനി 1971 മുതലാണ് ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ പ്രോസസ്സറാണ്, അതുകൊണ്ട് തന്നെ ഇത് മൈക്രോ കമ്പ്യൂട്ടർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 5ാം തലമുറയെ അടിസ്ഥാനമാക്കി വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത്. ചാറ്റ് GPT, സ്പീച്ച് റെക്കഗ്നീഷൻ, ഫേസ് റെക്കഗ്നീഷൻ, റോബോട്ടിക്സ് വിഷൻ മുതലായവയൊക്കെ ഈ AIയുടെ ബേസ് ചെയ്തുകൊണ്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ULSI ആണ്, അതായത് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു റെക്കോർഡ് വോയിസ് നറേഷൻ ഫോർ യുവർ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ യുവർ കമ്പ്യൂട്ടർ മസ്റ്റ് ഹാവ്. അതായത് ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ നമുക്കൊരു വോയിസ് നറേഷൻ റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗണ്ട് കാർഡ്, ഇൻ്റർനെറ്റ് കണക്ഷൻ, സ്പീക്കർ ആൻഡ് എക്സ്റ്റേണൽ വീഡിയോ പോർട്ട്, മൈക്രോഫോണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ
3 ആണ്. അതായത് നമുക്കൊരു സൗണ്ട് കാർഡും അതുപോലെ തന്നെ സ്പീക്കറും മതി. ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമില്ല, എക്സ്റ്റേണൽ വീഡിയോ പോർട്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ വോയിസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുവാണ്, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മൈക്രോഫോണും സൗണ്ട് കാർഡും മാത്രം മതി. ഇൻ്റർനെറ്റ് കണക്ഷന് വേണ്ട, എക്സ്റ്റേണൽ വീഡിയോ പോർട്ട് വേണ്ട, അതുപോലെ തന്നെ സ്പീക്കറും വേണ്ട. സ്പീക്കർ എന്തിനാണ്? നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ടാണ് സ്പീക്കർ. റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെയോ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെയോ എക്സ്റ്റേണൽ വീഡിയോ പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഇൻ്റർനെറ്റ് ടേംസ് ആണ്. ബ്ലോഗ്, പോഡ്കാസ്റ്റ്, ടാഗിങ്, വിക്കീസ് എന്നിവയാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 2 ഡിക്രിപ്ഷൻ അലോസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് വെബ് പേജസ് യൂസിങ് എ web browser, a type of bookmarking where a user marks a web page or photo using text to describe its contents, a series of digital media files, personal internet journals. ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അതായത് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഇൻ്റർനെറ്റ് ജേണലാണ്. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ എഴുതുന്ന റൈറ്റപ്പുകളാണ് ഈ ജേണൽ അല്ലെങ്കിൽ ബ്ലോഗ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ജേണലാണ്, അത് പേഴ്സണൽ. അതായത് ഓരോരുത്തർ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ എഴുതുന്നതാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. ഇനി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീരീസ് ഓഫ് ഡിജിറ്റൽ മീഡിയ ഫയൽസ്. അതായത് നമ്മളിപ്പോൾ പോഡ്കാസ്റ്റുകൾ കാണാറുണ്ട്, അതായത് ഒരാൾ വേറൊരാളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അയാൾ പറയുന്ന ആൻസർ ഒരു ലൈക്ക് ആൻ ഇൻ്റർവ്യൂ പോലെയാണ് പോഡ്കാസ്റ്റ് പോകുന്നത്. ടാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബുക്ക് മാർക്കിംഗ് ആണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ യൂസർ ഒരു മാർക്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്യുവാണ് ഒരു ഫോട്ടോയിനൊക്കെ വെച്ചാൽ അതിൻ്റെ കോണ്ടൻറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. വിക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിക്കീസിൽ നമുക്ക് ആർക്ക് വേണേലും അത് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരം നൽകുന്നതാണ് വിക്കീസ് എന്ന് പറയുന്നത്. Next question, if L60 represents a number L in base 60 number system, then for AC in base 60 plus NaN BF in base 60 is equal to. അതായത് ഇത്രയേ ഉള്ളൂ. ബേസ് 60യിലുള്ള 2 നമ്പേഴ്സിൻ്റെ അഡീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ AC-യും NaN BF ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ E6B, A7BF, CFC, D68 എന്നിവയാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ സാധാ അഡീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മുടെ അഡീഷൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയും എഫും ആണ്. അതായത് CF എന്നീ പറയുന്ന ലെറ്റേഴ്സ് തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 12 ആണ്. അതായത് A10, B11, C12, D30, E40, F50, E60. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം C+F എന്ന് പറയുമ്പോൾ 12 + 50 = 27 എന്ന് കിട്ടി. അപ്പോൾ ഈ 27 എന്ന് പറയുന്നത് നമ്മുടെ 60, അതായത് 16-നേക്കാൾ കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ 27-നെ 16-ൽ നിന്ന് കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. അപ്പം 11-ന് ഈക്വൽ ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? A = 10, B = 11. സോ B ആണ്. അപ്പോൾ ഫസ്റ്റത്തെ സെഷനിൽ നമുക്ക് B ആണ് വരുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ രണ്ടാമത്തെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എയും ബിയും ആണ്. സോ A + B = 10 + 11 എന്ന് വരും. 10 + 11 = 22. 22 എന്ന് പറയുന്നത് നമ്മുടെ 16-നേക്കാൾ ഗ്രേറ്റർ ആണ്. സോ 22 - 60 = 6 ആണ്. 6 നമ്മൾ അത് ഇവിടെ തന്നെ അവിടെ എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 + 9 ആണ്. അത് നമ്മൾ ആഡ് ചെയ്യുക. 4 + 9 = 40. 40ക്ക് ഈക്വൽ ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? E ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും? E6B എന്ന് പറയും. E6B എന്നതാണ് നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത്. അതായത് നമ്മൾ 16-നേക്കാൾ കൂടുതലാണെങ്കിൽ അത് മൈനസ് ചെയ്യുക, ആ നമ്പറിനെ 16-ൽ നിന്ന് മൈനസ് ചെയ്യുക എന്നുള്ളത് ബേസ് 60-ൽ ആഡ് ചെയ്യുമ്പോൾ റൂളാണ്. Next question, Microsoft PowerPoint comes with several categories of built-in transition effect. Which of the following is not a type of transition effect supported by Microsoft PowerPoint? അതായത് മൈക്രോസോഫ്റ്റ് PowerPoint ഒത്തിരി ട്രാൻസിഷൻ എഫക്ട്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് PowerPoint സപ്പോർട്ട് ചെയ്യാത്ത ട്രാൻസിഷൻ എഫക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സട്ടിൽ, സ്പീഡ്, എക്സൈറ്റിംഗ്, ഡൈനാമിക് കണ്ടൻറ്റ് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, സ്പീഡാണ്. സ്പീഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് അല്ല, പക്ഷെ അതൊരു ആട്രിബ്യൂട്ടായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. സബ്റ്റിൽ നമ്മൾ ഒരു ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രസൻറ്റേഴ്സിന് ഒരു സിമ്പിൾ ട്രാൻസിഷനാണ്. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ് ചെയ്യാനുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു
ട്രാൻസിഷൻ എഫക്റ്റ് ആണ്. എനർജി പ്രസൻറ്റേഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആനിമേഷന് വേണ്ടിയിട്ടാണ്. Next question. In cloud computing, which of the following are the advantages of using cloud storage? അതായത് ക്ലൗഡ് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡേറ്റ ഫയൽസ് ഓഫ് കസ്റ്റമേഴ്സ് സ്റ്റോർ ഓൺ ദ ക്ലൗഡ് ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എനി ടൈം ഫ്രം എനി ഡിവൈസ് എനിവെയർ ഇൻ ദ വേൾഡ് പ്രൊവൈഡ് ഇൻ്റർനെറ്റ് ആക്സസ് ഈസ് അവൈലബിൾ. അതായത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് ഡിവൈസ് ഉപയോഗിച്ച് വേൾഡിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് ഡിവൈസ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയൽസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ദർ ഈസ് നോ നീഡ് ഫോർ കസ്റ്റമേഴ്സ് ടു ക്യാരി ആൻ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസ് വിത്ത് ദം ഓർ യൂസ് സെയിം കമ്പ്യൂട്ടർ ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫർമേഷൻ. അതായത് ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജോ അല്ലെങ്കിൽ നാം ഉപയോഗിച്ച സെയിം ലാപ്ടോപ്പോ കൊണ്ടു നടക്കേണ്ടതായ യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. If the computer has slow internet connection, then they would not face any problems accessing or downloading their data files. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ സ്ലോ ആണെങ്കിലും നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും നമ്മുടെ ഡേറ്റ ഡൗൺലോഡ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലൗഡ് സ്റ്റോറേജ് ഇസ് ടിപ്പിക്കലി ഡെലിവേർഡ് ബൈ എ ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ. അതായത് ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന ക്ലൗഡ് സർവീസ് പ്രൊവൈഡർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് തെറ്റ്? അപ്പോൾ നമ്മളോട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഇവിടെ സി മാത്രം ഒരു അഡ്വാൻറ്റേജ് അല്ല. അതായത് നമുക്ക് നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ടും ഡൗൺലോഡ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് സാധിക്കത്തില്ല. അതായത് അത് ഫോൾസ് ആണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് ഡിവൈസ് ഉപയോഗിച്ചും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡേറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസോ നമ്മുടെ തന്നെ ലാപ്പോ കൊണ്ടു നടക്കേണ്ടതായ യാതൊരുവിധ ആവശ്യമില്ല. ക്ലൗഡ് സർവീസ് പ്രൊവൈഡറാണ് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഡിജിറ്റൽ ഇന്ത്യ തീംസ്, അതായത് ഈ ഷോർട്ട് സിന്ധു, ഈ യന്ത്ര, ഈ വിദ്വൻ, ഈ കൽപ്പ എന്നിവയാണ് തന്നിരിക്കുക. ലിസ്റ്റ് 2 പർപ്പസ്, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സ്കോളർലി ഇൻഫർമേഷൻ, ഇ ബുക്ക് ആൻഡ് ഇ ജേണൽ അറ്റ് ലോവർ റേറ്റ്, റോബോട്ടിക്സ് ഔട്ട്റീച്ച് പ്രോജക്റ്റ് റൺ ബൈ IIT മുംബൈ, എക്സ്പേർട്ട് ഡേറ്റാബേസ് ആൻഡ് നാഷണൽ റിസർച്ച് നെറ്റ്വർക്ക്, ഡിജിറ്റൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ഡിസൈൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഈ ഷോർട്ട് സിന്ധു, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സ്കോളർലി ഇൻഫർമേഷൻസ് അറ്റ് ലോവർ റേറ്റ്, ഈ യന്ത്ര, റോബോട്ടിക്സ് ഔട്ട്റീച്ച് പ്രോജക്റ്റ് റൺ ബൈ IIT മുംബൈ, ഈ വിദ്വാൻ, എക്സ്പേർട്ട് ഡേറ്റാബേസ് ആൻഡ് നാഷണൽ റിസോഴ്സസ് നെറ്റ്വർക്ക്, ഈ കൽപ്പ, ഡിജിറ്റൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ഡിസൈൻ എന്നുള്ളതാണ്. ഈ ഷോർട്ട് സിന്ധു എന്ന് പറയുന്നത് 15,000 കൂടുതൽ ഇൻ്റർനാഷണൽ ഇലക്ട്രോണിക് ജേർണൽസും ഇ ബുക്സും ഒക്കെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഷോർട്ട് സിന്ധു എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡിജിറ്റൽ മോഡിൽ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ റിസോഴ്സസ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ യന്ത്ര എന്ന് പറയുന്നത് MHRDയുടെ ഇനീഷ്യേറ്റീവാണ്. NMEICT പ്രോഗ്രാമിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. റോബോട്ടിക്സിനെയും എൻജിനീയറിംഗ് എഡ്യൂക്കേഷനിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. MHRD NMEICTയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് ഈ കൽപ്പ എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ഡിസൈൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഡിസൈൻസ് ലേൺ ചെയ്യാനുള്ള ഡിജിറ്റൽ ഓൺലൈൻ കണ്ടൻറ്റാണ് ഇതെന്ന് പറയുന്നത്. ഈ വിദ്വാൻ എന്ന് പറയുന്നത് ദ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ഇൻഫ്ലിപ്പ് സെൻറ്റർ ടു ആണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. വിദ്വാൻ, എക്സ്പേർട്ട് ഡേറ്റാബേസ് ആൻഡ് നാഷണൽ റിസർച്ച് നെറ്റ്വർക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ വിളിപ്പേര്. അതായത് ഇത് NMEICT എന്നുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് വഴിയാണ് ഇത് പോകുന്നത്. അതായത് സയൻറ്റിസ്റ്റിൻ്റെയും ഫാക്കൾട്ടീസിൻ്റെയും റിസർച്ച് സയൻറ്റിസ്റ്റിൻ്റെയും ഒക്കെ അക്കാഡമിക് ആയിട്ടുള്ള റിസർച്ച് പ്രൊഫൈൽസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭയങ്കര ലീഡിങ് റോളിലൊക്കെ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റിൻ്റെ, റിസർച്ചിൻ്റെ, ഫാക്കൾട്ടീസിൻ്റെ ഒക്കെ പ്രൊഫൈൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് ഇപ്പം ഒരു ഫീൽഡിലെ എക്സ്പേർട്ടുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്.
അതുപോലെ തന്നെ ഈ ആർട്ടിക്കിളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് പിയർ റിവ്യൂസിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ICTയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ അനലൈസ് ചെയ്തത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്